നമ്മൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. അദ്ദേഹം KSRTC-യിലെ ഈ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നമായിരുന്നു, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ദിവസത്തേക്ക് അദ്ദേഹം കാത്തിരുന്നത്. അവിടേക്ക് മന്ത്രി KB ഗണേഷ് കുമാർ വരുന്ന ദൃശ്യങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ മുട്ടുമേളവും ഒക്കെ നമുക്ക് പശ്ചാത്തലത്തിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല, ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നും ഇപ്പോൾ പറയുന്നില്ല എന്ന് ആംഗ്യം കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഏതായാലും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗണേഷ് കുമാർ ഈ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. ഗണേഷ് കുമാറിന്റെ രാജി ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പത്തനാപുരത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോഴും നടക്കുകയാണ് ശക്തമായി തന്നെ. ഷഫീദ് റാവുത്തർ അവിടെ എത്തിയിട്ടുണ്ട്. ഷഫീദ്, പ്രതികരിക്കുന്നില്ലല്ലോ KB ഗണേഷ് കുമാർ ചോദ്യങ്ങളോട്, അല്ലേ? നിലവിൽ ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം വിശദമായി തന്നെ പ്രതികരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നിർണായകമാണ് ഈ നീക്കം. അദ്ദേഹത്തിന്റെ നേരത്തെ തന്നെ പറഞ്ഞ അഭിമാന പദ്ധതിയാണ് KSRTC ആശുപത്രി. അത് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം കിഴക്കേക്കോട്ടയിലെ ചീഫ് ഓഫീസിനടുത്തുള്ള പ്രത്യേക വേദിയിലേക്ക് എത്തുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പതിവ് പോലെ ചിരിച്ച അദ്ദേഹത്തിന് ബോഡി ലാംഗ്വേജിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കോൺഫിഡൻസ് കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, രാജിയിൽ നിന്നുള്ള ഉറപ്പ് അതടക്കം നേടിയിട്ടാണ് KB ഗണേഷ് കുമാർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ശരി, KB ഗണേഷ് കുമാർ ഇപ്പോൾ കിഴക്കേക്കോട്ടയിലെ KSRTC-യുടെ ആശുപത്രി കെട്ടിടത്തിന് ഉദ്ഘാടനത്തിന് വരികയാണ്. ശ്രീജിത്ത് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങൾ KSRTC-യുടെ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ എത്തുന്ന ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഭാര്യ ഇന്നലെ ഉന്നയിച്ച ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾക്ക് ഗണേഷ് കുമാർ നൽകിയ പ്രകോപന സ്വഭാവമുള്ള മറുപടി, ഇതൊക്കെ മന്ത്രി പദവി തെറിപ്പിക്കുമെന്ന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. ഇടതുമുന്നണിക്കകത്തെ ഘടകകക്ഷികളിൽ നിന്ന് വലിയ സമ്മർദ്ദം ഗണേഷ് കുമാറിന്റെ രാജിക്ക് വേണ്ടി ഉണ്ടായി. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട നയമായി സ്വീകരിച്ചിരിക്കുന്ന സർക്കാരിലെ ഒരു അംഗത്തിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ രാജി അല്ലാതെ മറ്റൊരു മാർഗമില്ല, അത് അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് അത് കളങ്കമാകും എന്ന നിലപാട് ഘടകകക്ഷി നേതാക്കൾക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് CPI-യൊക്കെ ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടുമായി നിൽക്കുകയാണ്. അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും കുടുംബ പ്രശ്നമായിരുന്നുവെന്നും ഇതിന്റെ പേരിൽ രാജി ആവശ്യപ്പെടരുത് എന്നുമൊക്കെയുള്ള തന്റെ നിലപാടും വാദങ്ങളും ഒക്കെ മുഖ്യമന്ത്രിയുമായി ഇപ്പോൾ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ KB ഗണേഷ് കുമാർ വിശദീകരിച്ചിട്ടുണ്ടാകണം. ഏതായാലും അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായ KSRTC-യുടെ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. പക്ഷേ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. ഇന്നലെ വളരെ വാചാലനായിരുന്നു അദ്ദേഹം, കൃത്യമായി അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കൊട്ടും പാട്ടും മേളത്തിന്റെയും ഒക്കെ അകമ്പടിയിൽ ഇപ്പോൾ മന്ത്രി സ്ഥലത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തുന്നില്ല. മിണ്ടാതെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ KB ഗണേഷ് കുമാർ. KSRTC-യുടെ ആശുപത്രി ഉദ്ഘാടനത്തിന് മന്ത്രി എത്തിയിരിക്കുന്നു. അല്പം വൈകിയാണെങ്കിലും ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാറുണ്ട്. ഷഫീദ്, മന്ത്രിയുടെ വലിയ സ്വപ്നമായിരുന്നു KSRTC-യുടെ ആശുപത്രി കെട്ടിടം. അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലായിരുന്നു. അതിനിടയിലാണ് രാജ്യസമ്മർദ്ദം അദ്ദേഹത്തിന് മേലുണ്ടായത്. ഏതായാലും അതൊക്കെ അതിജീവിച്ചുള്ള വരവാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്ന് തോന്നുന്നു. ഷഫീദ്, ചെറിയ അവിടെ തിക്കും തിരക്കുമുള്ളത് കൊണ്ട് തന്നെ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഇപ്പോൾ KB ഗണേഷ് കുമാർ KSRTC-യുടെ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനെത്തുന്നു. മന്ത്രി പ്രതികരിച്ചിട്ടേ ഇല്ല ഇതുവരെ. രാവിലെ ഇന്ന് മന്ത്രിസഭാ യോഗം ഒരുപക്ഷെ മന്ത്രിയുടെ രാജിക്കാര്യങ്ങൾ ചർച്ച ചെയ്തേക്കുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഏറെ നിർണായകമാണെന്ന് കരുതിയിരുന്നു. വലിയ രാഷ്ട്രീയ ആകാംക്ഷ ഇക്കാര്യത്തിൽ നിലനിന്നിരുന്നു. പക്ഷേ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ രാജി ഉണ്ടാകില്ല, തന്റെ കുടുംബ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന കാര്യം അദ്ദേഹം മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അറിയിച്ചിട്ടുണ്ടാകണം. ഏതായാലും അതെല്ലാം കഴിഞ്ഞ് KSRTC-യുടെ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായി കിഴക്കേക്കോട്ടയിലേക്ക് മന്ത്രി എത്തിയിരിക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിട്ടും അതിനോടൊന്നും മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ഈ ചടങ്ങിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കൃത്യമായും വിശദമായും മന്ത്രി KB ഗണേഷ് കുമാർ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളോട് പ്രതികരിച്ചേക്കും. ഏതായാലും പ്രതിപക്ഷം മന്ത്രി KB ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പത്തനാപുരത്തെ മന്ത്രിയുടെ MLA ഓഫീസിന് നേരെ
യുവജന സംഘടനകളുടെ മാർച്ച് ഉണ്ടായിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായിട്ടുണ്ട്. അവിടെ വലിയ സംഘർഷ സാഹചര്യം നേരത്തെ നിലനിന്നിരുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മന്ത്രി കെ പി ഗണേഷ് കുമാർ എത്തുന്നത് KSRTCയുടെ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായി തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലേക്കാണ്. അവിടെ നമുക്ക് ഈ ദൃശ്യങ്ങൾ തത്സമയം കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ഈ ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചേക്കും. ഏതായാലും മന്ത്രി കെ പി ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിന്റെ പേരിൽ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അവകാശമില്ല എന്ന നിലപാട് ഇപ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. ഇടതു മുന്നണിയിലെ തന്നെ ഘടകകക്ഷികൾക്കും തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയിൽ ഗണേഷ് കുമാറിനെതിരെ നടപടി വേണമെന്ന അഭിപ്രായമുള്ളവരുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ ഒരു സമവായത്തിലെത്താനും കുടുംബ പ്രശ്നം എന്ന നിലയിൽ ഈ കാര്യങ്ങളെ കണ്ടാൽ മതി എന്ന ഗണേശന്റെ വാദം അംഗീകരിക്കപ്പെടാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഗണേഷ് കുമാറിന്റെ രാജി ഉണ്ടാകില്ല എന്ന ഒരു നിഗമനത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത് എന്നാണ് കരുതുന്നത്. ഏതായാലും മന്ത്രി കെ പി ഗണേഷ് കുമാർ ഉദ്ഘാടന വേദിയിലേക്ക് എത്തുന്നു. KSRTC ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചിരിക്കുന്നു. അദ്ദേഹം ആ കെട്ടിടത്തിനകത്തേക്ക് കയറിയിരിക്കുന്നു. കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.